ദൈവിക വാഗ്ദത്തം. രാജാക്കന്മാർ വാഗ്ദത്തം കൊടുക്കാറുണ്ട്, മന്ത്രിമാർ വാഗ്ദത്തം ചെയ്യാറുണ്ട്, മറ്റ് പല മനുഷ്യരും ഓരോന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും വാസ്തവത്തിൽ നിലനിൽക്കുന്നതല്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ അവരുടെ ഭരണം മാറിപ്പോകുന്നതനുസരിച്ച്, അവരുടെ അധികാരം പോകുന്നതനുസരിച്ച് വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെടും. എന്നാൽ ഇന്നുവരെ കസേര അറിയാത്ത ഒരുവനുണ്ടെങ്കിൽ, ഇന്നുവരെ സ്വന്തം അപകടം സംഭവിക്കാത്ത ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഭരണകൂടമാണ്. യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എനിക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല. പക്ഷെ പറഞ്ഞത് മനുഷ്യനല്ല, പറഞ്ഞത് സകലത്തെ ഉളവാക്കിയ ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അതിനു വേണ്ടി കാത്തിരിക്കണം. വാഗ്ദത്തത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അത് ഉന്നതനായ ഒരു വ്യക്തി പറഞ്ഞിരിക്കണം. അവൻ എനിക്ക് പ്രാപിക്കാൻ എന്റെ കഴിവുകൊണ്ട് കഴിയുന്നതായി കരുതരുത്. രണ്ടാമത്തെ കാര്യം, വാഗ്ദത്തിന്റെ കാര്യം, സ്തോത്രം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വെയിറ്റിംഗ് ഫോർ ദ പ്രോമിസസ്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കണം. കാത്തിരുന്ന് ഞാൻ പ്രാപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തരുന്നതാണെങ്കിൽ വാഗ്ദത്തം പറയേണ്ട കാര്യമില്ല. നീ ഇത് ചെയ്തു കഴിഞ്ഞല്ലേ, അതാ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വാഗ്ദത്തമല്ല, അത് ലഭിച്ചൊരു ഗിഫ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് എത്ര സമയം എടുത്താലും അത് മുഷിയാൻ പാടില്ല, അത് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. മൂന്നാമത്തെ കാര്യം, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കണം. ദൈവിക വാഗ്ദത്തത്തിന്റെ പ്രത്യേകത, അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ദൈവിക വ്യവസ്ഥ എന്ന് പറയുന്നത് ബിലീഫ്, ഫെയ്ത്ത്. ദൈവത്തിന്റെ അടിസ്ഥാന തത്വമാണ്. അതിൽ ബേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ, ഈ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, വിശ്വാസം എന്ന അടിസ്ഥാനത്തിന്മേൽ വേണം ഈ കാത്തു നിൽക്കാൻ. അങ്ങനെയാണെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾ ഈ അധ്യായങ്ങളിൽ തുടർമാനമായിട്ട് നമ്മൾ കാണുന്നു. അനേക വാഗ്ദത്തങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തൊട്ട് പോകപ്പെട്ടേക്കാം. എന്തെല്ലാം വാഗ്ദത്തങ്ങൾ അവിടെ പറഞ്ഞിരിക്കും നമുക്ക് നോക്കിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട വാഗ്ദത്തത്തിലേക്ക് കടന്നു വരാം. ഒന്നും കൂടെ നമുക്കത് വായിക്കണം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ എന്നത്രേ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായങ്ങളിൽ പറയാൻ പോകുന്ന കാര്യം നമ്മൾ കണ്ടു. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് താൻ പറയാൻ തുടങ്ങിയതിന് മുമ്പ് പറയുകയാണ്, എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും അതെല്ലാം ഊഹം തന്നെയാണ്. അത് പറഞ്ഞിട്ടാണ് താൻ മിസ്റ്ററി അങ്ങോട്ട് പതുക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകുന്നത്. നോക്കുക, ദൈവിക വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഇവിടെ ചില വാഗ്ദത്തങ്ങളെ കുറിച്ച് മാത്രമേ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുള്ളൂ. എന്നാൽ ഇത് കൂടാതെ അനേക വാഗ്ദത്തങ്ങൾ പഴയ നിയമത്തിന് പുതിയ നിയമത്തിലാണ് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് കാണുന്ന വാഗ്ദത്തങ്ങളുടെ പ്രത്യേകത എന്താണ്? ചില വാഗ്ദത്തങ്ങൾ മാത്രം നമുക്ക് നോക്കാം. അതെ, 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 6 മുതലുള്ള വാക്യം, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. ആത്മാവിന്റെ ശുശ്രൂഷകന്മാരാക്കി ഞങ്ങളെ രൂപപ്പെടുത്തി. ഇനി ആ വിഷയത്തിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 4-ാം അധ്യായം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. ശുശ്രൂഷയാണ് ഇവിടുത്തെ വിഷയം. വീണ്ടും മുന്നോട്ട് പോകുന്നു. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആളുകളിലേക്ക് പറയുന്നു. അതെ, സ്തോത്രം. നോക്കുക, അതിന് 7-ാമത്തെ വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, തേജസ്സേറിയ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ അത്യന്ത ശക്തി നിമിത്തമുള്ള ശുശ്രൂഷ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് one of the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ വാഗ്ദത്തങ്ങളെ കുറിച്ച്, പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം.
അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഇനി നിറയാൻ പോകുന്ന കാര്യവും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ കുറിച്ചും പറയാൻ പോവുക, സംഭവിക്കാൻ പോകുക. ഒരു പുതിയ യുഗം തുറക്കപ്പെടാൻ പോകുക. പഴയ കാലത്തെ പരിപാടികൾ നിർത്തി ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പുതിയ കാര്യം തുടങ്ങാൻ പോവാ. ആരും ഇമാജിൻ പോലും ചെയ്യാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ കർത്താവ് ഒരുക്കി വച്ചിരിക്കുക. അത് സാധ്യമാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇത് ആരോട് പറയുന്നതാണ് നമുക്കറിയാം. യേശുവിന്റെ ശിഷ്യന്മാര് 3.5 വർഷം അവനോട് കൂടെ നടന്ന് ആ കർത്താവ് ചെയ്തത് പോലെ രോഗികളെ സൗഖ്യമാക്കി, വാക്കുകൾ കൊണ്ട് തന്നെ ഭൂതങ്ങളെ പുറത്താക്കി, വീര്യപ്രവൃത്തികൾ ചെയ്ത ശിഷ്യന്മാരോട് പറയുകയാണ്, ഇനി ഒരു വലിയ പകർച്ച വരുന്നുണ്ട്, അത് നിങ്ങൾക്കുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. അപ്പോൾ വാഗ്ദത്തം എന്ന് പറയുന്നത് ഇവിടെ കാണുവാൻ കഴിയുന്നു പരിശുദ്ധ, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനപത്രം നമ്മൾ വായിച്ചത് 4:7 വായിച്ചത്. ഇവിടെ വായിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു അത് വാഗ്ദത്തമാണ്. പ്രോമിസസ് ഓഫ് ഗോഡ്, വൺ അമംഗ് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ഒരു വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. ഇനി അതിനെക്കുറിച്ചുള്ള വീണ്ടും തെളിവ്, അതിലേക്ക് വീണ്ടും മടങ്ങി വരാം. 2-ാം അധ്യായം 37 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നു പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്തെ കുറിച്ച്. ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വാഗ്ദത്തത്തെ കുറിച്ച് അതൊരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പ്രത്യേക ഒരു കൂട്ടത്തിന് വേണ്ടി മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാണ്. ഈ ആത്മാവിനെ, ഈ വാഗ്ദത്തത്തെ പ്രാപിക്കണമെങ്കിൽ അതിൻ്റെതായ സ്റ്റെപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് അവൻ മാനസാന്തരപ്പെട്ടിരിക്കണം, രണ്ടാമത് അവൻ സ്നാനപ്പെട്ടിരിക്കണം. സ്തോത്രം. അങ്ങനെ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത പടിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. എന്താണ്? അവൻ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിലേക്ക് കൊണ്ടുപോകുന്നു. പരിശുദ്ധാത്മാവ് എന്താണെന്ന് ആൾക്കാരോട്, നമ്മുടെ വിശ്വാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ആശയങ്ങളുണ്ട് കേട്ടോ. ചിരിച്ചു പോകും, മണ്ണ് തമ്മിൽ ഒത്തിരി ആശയങ്ങൾ. എങ്ങനെയാ പരിശുദ്ധാത്മ പ്രാപിച്ചത്? പരിശുദ്ധാത്മ പ്രാപിച്ചപ്പോൾ എന്തായിരുന്നു അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറയും അതിനെ ഷോക്ക് അടിക്കുന്നവരായിരുന്നു, വേറൊരാൾ പറയും വിയർക്കുകയായിരുന്നു, വേറൊരാൾ പറയും തീയായിരുന്നു, വേറൊരാൾ പറയും ഇങ്ങനെ ഐസ് കട്ട മണ്ടയ്ക്കൂടെ ഇടുന്നത് തോന്നി, വേറൊരാൾ പറയും ഭയങ്കര തേജസ്സായിരുന്നു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ പരിശുദ്ധാത്മാവ് അവരവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ചെറിയ അനുഭവങ്ങളേ ഉള്ളൂ. ഇതൊന്നും പരിശുദ്ധാത്മാവല്ല, ഇതൊക്കെ കാണിച്ചു തരുന്ന പരിശുദ്ധാത്മ വന്നപ്പോൾ സംഭവിച്ച സംഭവങ്ങളാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നിങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ കാര്യസ്ഥനാം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാട് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് നൽകി 16ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നു, ഇതാ ഞാൻ പോകുന്നു, എന്നാൽ കാര്യസ്ഥൻ വരുന്നു. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. സ്തോത്രം. ആമേൻ. കാര്യസ്ഥനെ കുറിച്ച് നമുക്കറിയാൻ കഴിയുന്നു. അവന്റെ പേര് സ്തോത്രം, അതെ അതെ അഡ്വക്കേറ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. അവൻ വിവാദിക്കുന്നവനാണ്. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ വിടുകയല്ല. നല്ല വക്കീലന്മാരാണെങ്കിൽ വാദിച്ച് തർക്കിച്ച് തെളിയിക്കും. തെളിയിച്ചിട്ടും ജഡ്ജി അതിനകത്ത് തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ വക്കീലിന് കുഴപ്പമല്ല. അവിടുത്തെ വക്കീൽ പരിശുദ്ധാത്മാവാണെങ്കിൽ അവിടുത്തെ ജഡ്ജി ആരാ? നമ്മുടെ മനസാക്ഷിയുടെ കോടതിക്കകത്തെ വക്കീൽ പരിശുദ്ധാത്മാവായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ജഡ്ജി ആരും വിധി പറയുന്നത് ആരാണ്? അല്ല, നമ്മുടെ മനസാക്ഷി കോടതിക്കകത്ത് സ്വന്തം വക്കീലായിട്ട് പരിശുദ്ധാത്മാവ് എന്ന് വാദിക്കുകയാണെങ്കിൽ ജഡ്ജി ആരാണ്? നമ്മളാണ്. ദൈവത്തിന്റെ കോടതിയിലെ ജഡ്ജിയാ യേശു കർത്താവ്. അതിന് നമ്മുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചിന്തിച്ചാലും കർത്താവിനൊരു ചിന്തയുണ്ട്. അതായിരിക്കും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, തീരുമാനം എടുക്കാൻ പോകുന്നത്. ഇവിടെ നാം തീരുമാനമെടുക്കണം എന്ന് പറയുമ്പോൾ
അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? നമ്മളാണ്. പക്ഷെ നമ്മളെ തെളിയിക്കുക, അല്ലയോ? സ്വന്തം യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വാദി പ്രതി നിൽക്കുക. പ്രതിയുടെ വക്കീലുണ്ട്. പ്രതിയുടെ വക്കീൽ ആരാണ്? ഈ ലോകത്തിന്റെ പ്രഭുവാ പിശാച്. അവൻ നിന്നുകൊണ്ട് തന്നെ പറയുന്നേ, ഇത് ശരിയല്ല, അത് തെറ്റാണ്, അതൊക്കെ തോന്നലുകളാണ്, അത് സ്തോത്രം, അത് മറ്റു പലർക്കും ഉണ്ടാകാം, മറ്റു മതസ്ഥർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് ഇതിന്റെ സീരിയസ്നെസ് തട്ടിക്കളയാൻ ശ്രമിക്കുമ്പോൾ നമ്മളോട് വ്യക്തമായിട്ട് നിന്നുകൊണ്ട് അത് തെളിയിക്കുന്നതായ ഒരു പ്രത്യേകമായ അത് വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവിനെ നമുക്ക് തന്നതുകൊണ്ട് എന്താ സംഭവിച്ചു? ഒരു ദിവസവും അടങ്ങിയിരിക്കാൻ പറ്റിയല്ല. ഒരു ദിവസവും നമ്മുടേതായിട്ട് സ്റ്റെപ്പെടുക്കാൻ സമ്മതിക്കല്ല. ആത്മാവിനെ നയിക്കപ്പെടണമെങ്കിൽ ആത്മാവിനെ കൺട്രോൾ വിട്ടുകൊടുക്കണം. അതൊരു പ്രത്യേക തലമാണ്. ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് വേണ്ടി മടങ്ങി വരുന്നു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാമത്തെ വിഷയം വാഗ്ദത്തത്തിനു വേണ്ടിയുള്ള ഒരു ആലോചന, ഒരു ദൂതൻ, മെസ്സേജ് ഓഫ് ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒരു മെസ്സേജ്. അതാണ് അതിന് 4-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വാഗ്ദത്തത്തിന്റെ പ്രത്യേകത വെയിറ്റ് ചെയ്യണം. എന്ന് വരെ വെയിറ്റ് ചെയ്യണം? ഇത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒരു വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് വാഗ്ദത്തത്തിന് വേണ്ടി കിട്ടണമെങ്കിൽ ചെറിയ അളവിലൊക്കെ അവർക്ക് കിട്ടി. കർത്താവ് യേശു ക്രിസ്തു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞു. അവർ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്തോത്രം, വീണ്ടും കർത്താവിന്റെ അതേ ആഗ്രഹം എന്താണ്? യേശുവിന്റെ ആഗ്രഹം എന്താണ്? അവർ വീണ്ടും വെയിറ്റ് ചെയ്ത് ആ ഒരു വലിയ നിറവിന്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരണം. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അവനെ കിട്ടണമെങ്കിൽ ഇത് കൊണ്ടൊന്നും പറ്റത്തില്ല. ഈ വെയിറ്റിംഗ് പോരാ. സ്തോത്രം. അഭിഷേകം പ്രാപിക്കാൻ നമ്മുടെ പെന്തക്കോസ്ത് ലൈനിൽ ചിന്തിച്ചാൽ ഒരു അന്യഭാഷ പ്രാപിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമായതുകൊണ്ട് കർത്താവേ എനിക്ക് അഭിഷേകം തരണം എന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ അഭിഷേകം പ്രാപിക്കുന്നു, അന്യഭാഷ പ്രാപിക്കുന്നു, കൃപാവനം പ്രാപിക്കുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ ചിന്തിക്കാറുണ്ട്. ഒന്നുമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ അത് പ്രാപിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ഓപ്പറേറ്റ് ചെയ്യും. ഇന്ന് രാവിലെ സമയം ഞങ്ങൾ ചിന്തിച്ചതുപോലെ യേശുവിന്റെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ ആ നാമത്തിനകത്ത് തന്നെ ഒരു പവർ ഉണ്ട്, ശക്തിയുണ്ട്. ഇപ്പോൾ ഒരാൾ ബോംബ് പൊട്ടിക്കാൻ തീരുമാനിച്ചു, അദ്ദേഹത്തിന് ശക്തി ഉണ്ടോ നോക്കിയിട്ടല്ല ബോംബ് പൊട്ടുന്നത്. ബോംബിനകത്തൊരു ശക്തിയുണ്ട്. അതിന്റെ എന്തുമാത്രം ഒരു പവർ ഉണ്ടോ അതനുസരിച്ച് അത് പൊട്ടിച്ചുകൊണ്ടിരിക്കും, പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ നാമത്തിലെ ശക്തി അത് പ്രയോഗിക്കുന്നവന്റെ ഫുൾനെസ് നോക്കിയിട്ടല്ല, പൂർണ്ണ നോക്കിയിട്ടല്ല, യേശുവിന്റെ ശക്തിയെ ഏത് രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്, എന്ത് വിശ്വാസത്തോടെയാണ്, അത്രയ്ക്കനുസരിച്ച് ആ ദൈവശക്തി അവനിലൂടെ വ്യാപരിക്കും. ഇതിനൊന്നും കൂടുതൽ കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. മനസ്സിലാക്കേണ്ടത്, സാത്താൻ പലപ്പോഴും തന്ത്രങ്ങൾ ഉപയോഗിച്ച് ദൈവമക്കളെയും ദൈവദാസന്മാരെയും ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് ഇവിടെയാണ്. ഈ ജംഗ്ഷനിലാണ് പലർക്കും തെറ്റുപറ്റിയിട്ടുള്ളത്. സോദരൻ, പല ദൈവദാസന്മാർക്കും ആഗ്രഹിക്കുന്നത് അവർക്കൊരു ശുശ്രൂഷ വേണം, അവർക്കൊരു ദൈവശക്തി വേണം, അവർ കരങ്ങൾ വെക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, അത്രയും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത്, കുഞ്ഞെ അതിനേക്കാൾ കൂടുതൽ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികൾ നമുക്കത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ദൈവശക്തി, ഒരു ചെറിയ പ്രവൃത്തി, കുറേ പ്രവർത്തനം, കുറേ നാളൊക്കെ ഇവിടെ പ്രവർത്തിക്കാനും ഓടാനും ചാടാനും വെളിപ്പാട് കാണാനും ദൂത് പറയാനും ഒക്കെയുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന അതിനേക്കാൾ ഭയങ്കര കാര്യങ്ങളാണ്. സ്തോത്രം. അതിനുവേണ്ടി ഒന്ന് പൊങ്ങി വരാൻ കർത്താവ് നമ്മുടെ ചിന്താഗതികളെ ഒന്ന് ഇളക്കുന്നേ.
ശിഷ്യന്മാർക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ നടക്കുകയല്ലേ നിശ്ചയമായിട്ടും. കാരണം നാമത്തിന് ശക്തിയുണ്ട്. അത് പ്രയോഗിക്കണമെങ്കിൽ അവർക്കറിയാം. പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ കർത്താവ് പറഞ്ഞത് പോരാ, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സ്തോത്രം. എന്ത് കിട്ടും വരെ? അവനെ കിട്ടുന്നത് വരെ, വാഗ്ദത്തത്തിന്റെ ഫുൾനെസ് പ്രാപിക്കുന്നത് വരെ അവൻ ദൈവമക്കൾ കാത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, സ്തോത്രം, ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്തത്, ഇന്നുവരെ ആരും ചെയ്തിട്ടില്ലാത്തത്, ഇന്നുവരെ ഒരിടത്ത് സംഭവിച്ചില്ലാത്ത വിഷയങ്ങൾ കർത്താവിന് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്തോത്രം. ഇവിടെ എവിടെയെങ്കിലും ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ മൊട്ടുസൂചിയോ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ശക്തിയുള്ള ഒരു കാന്തം ഇവിടെ ഇറങ്ങി നിന്നാൽ അവൻ എവിടെ കിടന്നാലും അതിലേക്ക് ചാടി പിടിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എത്ര മറഞ്ഞിരിക്കുന്ന വിഷയവും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് കഴിയും. അവൻ ദൈവത്തിനെ തടയുവാനോ അവനെ ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഒരു പട്ടണത്തിനും കഴിയത്തില്ല, ഒരു ജാതികൾക്കും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ദൈവം കണ്ടിട്ടുള്ള ഒരു കൂട്ടം ദൈവമക്കളെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ശക്തി പോരാ, അതിന് വലിയ ദൈവത്തിന് ശക്തി ആവശ്യമായിരിക്കുന്നു. പോരാ, പരിശുദ്ധാത്മാവിനെ ആളത്വപരമായി നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഒന്നാം അധ്യായത്തിലെ വിഷയം നമ്മൾ കണ്ടു. 4-ാമത്തെ വാക്യത്തിൽ അതിന്റെ ഒരു പോയിന്റ് കിടക്കുകയാണ്. മെസ്സേജ് ഫോർ ദ പ്രോമിസസ്. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു മെസ്സേജാണ്, ഒരു ദൂതാണ് അവിടെ കിടക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ റിസീവ് ചെയ്യാനും കഴിയില്ല, കാത്തിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രാപിക്കാൻ കഴിയില്ല, കേട്ടുകൊണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. പലപ്പോഴും സംഭവിക്കുന്നത്, വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫ്രെയിം വർക്കിലേക്ക് വന്നതുകൊണ്ട് എന്തൊക്കെയോ കിട്ടിയെന്നും ഇനി എന്തൊക്കെയോ തന്നെ വന്നുകൊള്ളും എന്നൊരു ചിന്താഗതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്കൂളിലേക്ക് ഒരു കുഞ്ഞിനെ ആക്കി കഴിഞ്ഞാൽ ആ സ്കൂളിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് അവരെ ആ സിലബസ് അനുസരിച്ചെല്ലാം പഠിപ്പിക്കുക എന്നുള്ളത്. ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ചർച്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, വിശ്വാസിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാലഘട്ടം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് വെളി വരുമെന്ന പല വിശ്വാസികളും ചിന്തിക്കുന്നത് സാധിക്കുകയില്ല, കഴിയുകയില്ല. ഒരു നിർബന്ധ ബുദ്ധിയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് വേണമെങ്കിൽ. രണ്ടാമത്തെ വിഷയം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. രണ്ടാമത്തത് ആ പ്രോമിസിന്റെ വ്യാപനമാണ്. ഏതറ്റം വരെ പ്രോമിസ് വർക്ക് ചെയ്യും. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഏതറ്റം വരെ ഇത് പോകും. ഏതറ്റം വരെ ഇത് പോകും. ആദ്യകാലത്ത് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഭൂമിക്ക് അറ്റമുണ്ടെന്നാണ്. ആ ഒരു ചിന്താഗതിയിലാണെങ്കിലും ഇന്നത്തെ ചിന്താഗതിയിലാണെങ്കിലും രാജ്യങ്ങളുടെ അറ്റം വരെ, സ്തോത്രം, ഏതെല്ലാം രാജ്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അതിന്റെ അറ്റം വരെ, അതിന്റെ അങ്ങേ തല വരെ, അങ്ങേ മൂലയ്ക്ക് വരെ, ആ കോർണർ വരെ വ്യാപരിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തിയുള്ളവരാണ്. അത് ആരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്? കാത്തിരിക്കുന്നവരിലൂടെ, ഇത് പ്രാപിക്കുന്നവരിലൂടെ. രണ്ടാമത്തെ വിഷയം പരിശുദ്ധാത്മാവിന്റെ വ്യാപനം. എന്തും മാത്രം അതിന് വ്യാപരിക്കാൻ കഴിയും? അത് നമ്മിലൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തും മാത്രം നമ്മൾ അനുവദിച്ചു കൊടുക്കുമോ അത്രത്തോളം അത് ശക്തി പ്രാപിച്ചിട്ട് ആ പരിശുദ്ധാത്മാ നമ്മളോട് നിന്നിട്ട് ഭൂമിയുടെ, ജാതികളുടെ, രാജ്യങ്ങളുടെ, ഗോത്രങ്ങളുടെ അങ്ങേ അറ്റം വരെ. എയറോപ്ലെയിൻ ഇല്ലാത്ത കാലത്ത്, വലിയ ഷിപ്പുകൾ ഇല്ലാത്ത കാലത്ത്, സ്തോത്രം, വലിയ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് സുവിശേഷം ഇഴഞ്ഞല്ല നീങ്ങിയത്, അത് സഞ്ചരിച്ചു പ്രകാശ വേഗതയിൽ. ഒരുപക്ഷെ വ്യക്തികൾക്ക് അവിടെ എത്തിച്ചേരാൻ മാസങ്ങളും വർഷങ്ങൾ എടുത്തു. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ കാര്യങ്ങളെ ക്രമീകരിച്ചു കൊടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരറ്റത്ത് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഇടങ്ങളിലെല്ലാം ഓടി നടന്ന് പ്രവർത്തിക്കുന്നതായി തീർന്നു. അങ്ങനെയാണെങ്കിൽ വലിയൊരു സാധ്യത ഇന്ന് രാത്രി തുറക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുമെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അതിന്റെ ഒരു അളവിന്
വേണ്ടി, ആഴമേറിയ അളവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന് വലിയൊരു വ്യാപനമുണ്ട്. മൂന്നാമത്തെ വിഷയം, 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സ്വതന്ത്രം കൂടിയിരിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു പ്രയർ ഫെലോഷിപ്പ് ഉണ്ട്. നമ്മുടെ പ്രയർ ഫെലോഷിപ്പിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. എന്താ ആഗ്രഹിക്കുന്നത്? ഈ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. എന്ന് പറഞ്ഞതുപോലെ ഒരു ഷിവറിങ്ങോ, ഒരു ജമ്പിങ്ങോ, ഒരു ചാട്ടമോ, ഒരു മറിച്ചിലോ, കുറച്ചു നേരം ഒരു സന്തോഷമോ ഒക്കെ കിട്ടാൻ ഇത്രയും വലിയ രാത്രിപ്പനി ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ സഭയും കൊണ്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണ്. എന്നാൽ സഭയുടെ അല്ലെങ്കിൽ ലോക്കൽ സഭകളുടെ ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ ഫുൾനെസ്സിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പ്രയർ ഫെലോഷിപ്പുകൾ തുടങ്ങാനിടയാണ്. സ്തോത്രം. കൂട്ടായ്മ പ്രാർത്ഥനകൾ, അത് സഭയ്ക്കകത്ത് തന്നെ ഉണ്ട്. പ്രാർത്ഥനകളുണ്ട്, വ്യക്തിപരമായി കുടുംബങ്ങൾക്കകത്ത് പ്രാർത്ഥനയുണ്ട്, സെൽ ഗ്രൂപ്പുകളുണ്ട്. അതിനൊക്കെ ഉദ്ദേശം അതാ, മറ്റൊന്നുമല്ല. സഭകളെ പിരിക്കുകയല്ല, പുതിയ സഭ ഉണ്ടാക്കുകയല്ല, വേറെ തന്ത്രങ്ങളൊന്നുമല്ല. എന്താ സംഭവിക്കുന്നത്? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐക്യത, ഹൃദയ ഉള്ളവർ ഒരുമിച്ചിരുന്ന് കൂടി വായിക്കുന്നു, മനസ്സൈക്യത്തോടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ അടുത്തതായിട്ട് അതിന്റെ പ്രത്യേകത എന്താണ്? ഒരുമിച്ചുള്ള ഒരു ഫെലോഷിപ്പ്, ഒരു കൂടി വരവ് അത്യാവശ്യമാണ്. ഒന്ന്, ഒരു മെസ്സേജ്. രണ്ടാമത്, അതിന്റെ വ്യാപനം. എന്തുമാത്രം എവിടെയെല്ലാം പ്രവർത്തിക്കാൻ കഴിയും. രാജ്യങ്ങളെ താണ്ടി ശക്തി കടന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചാൽ, നമ്മുടെ ഈ പ്രയർ മീറ്റിങ്ങിനകത്തുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നിയെല്ലാം ശക്തിയുണ്ട്. മൂന്നാമത്തെ വിഷയം, സ്വതന്ത്രം. ഈ പരിശുദ്ധാത്മാവിനെ അതെ പ്രാപിക്കണമെങ്കിൽ, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ മൂന്നാമത് വേണ്ട വിഷയം എന്താണ്? ഒരു ഫെലോഷിപ്പ് വേണം. വൺനെസ്സിലുള്ള ഒരു ഫെലോഷിപ്പ്. വൺ അക്കാർഡ്, ഒറ്റ ഹൃദയമായിട്ട് നിന്നുകൊണ്ട്, ഒരു കൂടിവരവായി നിന്നുകൊണ്ട്. രണ്ടാമത്തെ അത് വായിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കണ്ടേക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പോകുന്നു എന്ന് സ്തോത്രം അറിവ് കിട്ടി. ശിഷ്യന്മാരാകെ വേദനിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി യേശു കർത്താവ് പറഞ്ഞു, ഇതാ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ്. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, തീർന്നു പരിപാടി, ഇനി ഒന്നും നടക്കുകയില്ല. കുറെ പേര് ഇറങ്ങിപ്പോയി, കുറെ പേര് വിട്ടുപോയി, കുറെ പേര് പേടിച്ചകണ്ടിരിക്കുന്നു. അവരെ മടക്കിക്കൊണ്ടുവരുവാൻ പൂർവാധികം ശക്തിയോടെ ഈ മിനിസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ യേശു കർത്താവ് അക്ഷരികമായി ഭൂമിയിൽ ഇല്ലെങ്കിലും ഈ മിനിസ്ട്രി, ഈ മിഷൻ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവിന് സ്തോത്രം സാധിക്കുന്നത് എങ്ങനെയാണ്? വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാലാണ്. യേശുവിന്റെ നാമത്തിൽ അത് രാജ്യങ്ങളെ താണ്ടി കടന്നിരുന്നതാണ്. അതിന് അറ്റം മുറിയൊന്നുമില്ല, അങ്ങേ അറ്റത്തോളം കടന്നില്ല. ഓ സ്തോത്രം. പ്രകാശത്തെ തടഞ്ഞു നിർത്താൻ ഒരു കർട്ടൻ ഉണ്ടെങ്കിൽ സാധിക്കും. പ്രകാശത്തെ തടഞ്ഞു നിർത്താൻ ഒരു മതില് കെട്ടിയാൽ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിനെ കൊണ്ട് അവനെ എതിരായിട്ട് വെച്ചാൽ മതി. എന്നാൽ യേശു കർത്താവിനെ തടയാൻ, അവന്റെ ആത്മാവിനെ തടയാൻ ഒരു ഓബ്ജക്റ്റിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. ഓബ്ജക്റ്റുകൾക്കകത്തുകൂടി അവൻ വ്യാപരിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിനകത്തുകൂടെ കടന്നു ചെന്നിട്ടുണ്ട്, തുളച്ച് കടന്നു ചെന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവൻ എവിടേക്ക് അവൻ കടന്നു ചെന്നിട്ടുള്ളത്? കോട്ട മതിലുകൾക്കകത്തൂടെ അവൻ കടന്നു ചെന്നിട്ടുണ്ട്. അവന്റെ ശക്തി. സ്തോത്രം, സ്തോത്രം. അവൻ കല്ല് പോലിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിനകത്തൂടെ കയറി ചെന്നിട്ടുണ്ട്. സ്തോത്രം. ഒരു ജനസമൂഹത്തിനകത്തൂടെ കയറി ചെന്നിട്ടുണ്ട്. പോരാ ചങ്ങലകൾക്കകത്തൂടെ കടന്നു ചെന്നിട്ടുണ്ട്. സ്തോത്രം. അവരെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. ഓ സ്തോത്രം. ഭൂമിയെ കീഴ്മേൽ മരിക്കുന്നവർ ഇവിടെയും വന്നോ എന്ന് ചോദിക്കത്തക്കവണ്ണം ദൈവകൃപയോടെ വ്യാപരിക്കാൻ കാരണം അവർ കാത്തിരുന്നത് ഒരു ചെറിയ ശക്തിക്ക് വേണ്ടിയല്ല, പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. വാഗ്ദത്തം, വാഗ്ദത്തം, വാഗ്ദത്തം. ഹല്ലേലൂയ. ഉന്നതനായ ഒരുവന് മാത്രമേ വാഗ്ദത്തം തരാൻ പറ്റൂ. രണ്ടാമത് വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മൂന്നാമത് അത് വിശ്വാസത്തിന്റെ ബേസ്മെന്റിലായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് നേരിട്ട് കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും